സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊലക്ക് വിട്ടുകൊടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കക്കൂസിന്റെ കോണി ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പ്രചരിക്കുകയാണ്. ഇത് അമേരിക്കയിൽ മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയായി വന്നിരിക്കുകയാണ്. സംഭവം നടക്കുന്നത് ജൂലൈ മാസത്തിലാണ്, 8-ാം തീയതി. ഇപ്പോഴാണ് അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് പുറത്തു വരികയും ട്രംപ് ഒരു ഏകാധിപതിയാണ്, അതുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ബലി കൊടുക്കുന്ന തരത്തിലുള്ള സമീപനമാണ് ഉണ്ടായത് എന്ന കാര്യമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ച റിപ്പോർട്ടായിട്ട് ന്യൂയോർക്ക് ടൈംസ് അടക്കം പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നത്. സംഭവം ജൂലൈ 8-ാം തീയതി, ഏഴാം തീയതിയും 8-ാം തീയതിയും അങ്കാറയിൽ വെച്ച് നടന്ന നാറ്റോ ഉച്ചകോടി, 32 രാജ്യങ്ങളടക്കം പങ്കെടുത്ത വളരെ പ്രധാനമായിരിക്കുന്ന നാറ്റോ ഉച്ചകോടി ജൂലൈ മാസം 7-ാം തീയതിയും 8-ാം തീയതി നടക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബോയിങ് 747B എന്ന ഖത്തർ വിമാനത്തിൽ അവിടെ എത്തുന്നു. വൻ സുരക്ഷാ സംവിധാനത്തോടു കൂടിയാണ് അവിടെ എത്തുന്നത്. 7-ാം തീയതി കഴിഞ്ഞു. 8-ാം തീയതി മടങ്ങുന്നതിനോടനുബന്ധിച്ച് ചില രഹസ്യ റിപ്പോർട്ട് ട്രംപിന് ലഭിക്കുന്നു. അഥവാ ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. 1697 കിലോമീറ്ററാണ് ആകാശപാത വെക്കുന്ന സമയത്ത് ഇറാനിൽ നിന്ന് തുർക്കിയിലേക്കുള്ള അങ്കാറയിലെ ഇവരുടെ എയർബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മേഖലയിലേക്കുള്ള ദൂരം. മിസൈൽ പ്രയോഗത്തിലും ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുന്ന കാര്യത്തിലും ഇന്ന് ഇറാൻ ലോകത്ത് 1-ാം സ്ഥാനത്താണ്. നിങ്ങൾക്ക് നേരെ, അതായത് ട്രംപ് അവരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള പ്രതിസ്ഥാനത്തുള്ള വ്യക്തിയാണ്. കൊല ചെയ്യപ്പെടേണ്ട 18 ആളിൽ 1-ാമനാണ് ട്രംപ്, 2-ാമനാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു. തീർച്ചയായിട്ടും ഒരു വധം നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടാണ് ട്രംപിന് ലഭിക്കുന്നത്. അപ്പോൾ ട്രംപ് എന്ത് ചെയ്തു? എയർഫോഴ്സ് 1-ൽ അതിലാണ് പോകേണ്ടത്, തിരിച്ചു പോകേണ്ടത് അതിലാണ്, അത് അങ്ങോട്ട് മാറ്റിവെച്ചു. എന്നിട്ട് വലിയ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറ്ററിംഗ് സർവീസ് ഉള്ള വാഹനത്തിലെ കക്കൂസ് കോണി ഉപയോഗിച്ചുകൊണ്ട് ഈ കള്ളന്മാരെ പോലെ പതുങ്ങി കുനിഞ്ഞ് നിവർന്ന് ഉരുണ്ട് മറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ഒരു പ്രത്യേകമായിരിക്കുന്ന വാഹനങ്ങളെ കാറ്ററിംഗ് സർവീസ് എയർപോർട്ടിൻ്റെ അകത്ത് കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ ഇരുന്ന് കൊണ്ട് എന്ത് ചെയ്തു? ഒരു സ്വകാര്യ വിമാനത്തിൽ കയറി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ബ്രിട്ടനിലേക്കാണ് പോയത്. ബ്രിട്ടനിൽ ഇറങ്ങിയ സമയത്ത് തൊട്ട് പിറകെ തന്നെ ട്രംപിൻ്റെ എയർഫോഴ്സ് 1 വിമാനം എത്തുകയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? അതിനുശേഷം പിന്നെ ട്രംപ് കളിച്ച നാടകം എന്ന് പറഞ്ഞാൽ ചെറിയ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വലിയ വിമാനമായിരിക്കുന്ന എയർഫോഴ്സ് 1-ലേക്ക് കയറി. അതിൽ നിന്ന് ഇറങ്ങുന്നതായി നാടക രീതിയിൽ അഭിനയിച്ചു. ചെറിയ വിമാനത്തിൽ ഇറങ്ങുന്നു, ഓടിയിട്ട് വലിയ വിമാനത്തിൽ കയറുന്നു. അപ്പോൾ ആ 2 വിമാനങ്ങൾ ഏറെക്കുറെ ഒരേ സമയത്ത് തന്നെയാണ് ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. അതിലേക്ക് കയറിയിട്ട് പിന്നെ പത്രക്കാർ വേറെയുള്ള ആളുകളൊക്കെ വിളിച്ച്, അത് ഇതൊക്കെ കള്ളന്മാരെ പോലെ ഒളിച്ചും കഴിഞ്ഞിട്ട് ചുരുണ്ട് കഴിഞ്ഞിട്ട് മൂപ്പർ ഇങ്ങനെ പോകുന്നത്. കുനിഞ്ഞ് പോയി എന്നൊക്കെ പറയുന്നത്. ഷർട്ട് വരെ മാറിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ആളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനെ വലിയ എയർഫോഴ്സ് എന്നൊക്കെ അങ്ങനെ ഇറങ്ങി, ഞാനിതാ ഈ വിമാനത്തിലാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിമുഖമൊക്കെ കൊടുത്ത് ഈ പുറത്തോട്ട് ഇറങ്ങുന്നു. ഈ ബ്രിട്ടനിൽ വെച്ചിട്ട് അത് പിന്നെ ചർച്ചാ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അത് ചോർന്നു പോകുന്നു. വലിയ വിമാനത്തിൽ മാധ്യമപ്രവർത്തകർ, എയർഫോഴ്സ് 1 എന്ന് പറയുന്ന വിമാനത്തിൽ മാധ്യമപ്രവർത്തകർ, വൈറ്റ് ഹൗസിലെ ജീവനക്കാർ, ഉദ്യോഗസ്ഥർ, സുരക്ഷാ കമാൻഡർമാരടക്കമുള്ള വലിയൊരു സംഘമുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ യാത്രാ സംബന്ധമായ കാര്യത്തിലൊക്കെ ഒരു ട്രംപ് മാത്രമേ ഉള്ളൂ. പിന്നീട് ഏകദേശം 20-ലധികം ഉദ്യോഗസ്ഥർ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും മറ്റുള്ള കാര്യത്തിൽ നിരീക്ഷണം നടത്താനും വേറെ ഏതോ വിമാനം കൂടെ അടുത്ത് വരുന്നുണ്ടോ എന്ന് നോക്കാനും, അത് പിന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെയുള്ള ഈ എയർപോർട്ട് അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള കുറേ സംവിധാന കാര്യങ്ങൾ. മാത്രമല്ല പൈലറ്റ് ചിലപ്പോൾ 4 ആളൊക്കെ ഉണ്ടാവും. അത് ഒരാൾക്ക് നെഞ്ചുവേദന വന്നാൽ അടുത്ത ആൾക്ക് പനി വന്നാൽ അടുത്ത ആൾക്ക്, ആ രീതിയിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ മിസൈൽ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയപ്പെട്ട വിമാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മിസൈൽ ആക്രമണം ഉണ്ടാവുക. സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടും, ബന്ധപ്പെട്ട അധികാരികൾ കൊല്ലപ്പെടും, വൈറ്റ് ഹൗസിലെ ജീവനക്കാർ കൊല്ലപ്പെടും, വലിയൊരു സംഘം അവിടെ കൊല്ലപ്പെടും. അവരെ രക്ഷപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെ അവരോട് ഈ കാര്യങ്ങൾ പറയുകയോ അത്തരം പ്രവർത്തികളൊന്നും ചെയ്യാതെ സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒളിച്ചു കളി നടത്തിയ ഒരു പ്രവൃത്തിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ചെയ്തതെന്നുള്ളതാണ്.
അഥവാ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊലക്ക് വെച്ച് കക്കൂസ് കോണിയിലൂടെ ട്രംപ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാര്യം എന്ന് പറയുന്നത് ട്രംപിന് സുരക്ഷ ഒരുക്കാൻ വരുന്നവരെ ബലിയാടാക്കുക. അപ്പോൾ ഇറാൻ അവിടെ നിരീക്ഷിക്കുന്ന സമയത്ത് ഇതിൽ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങോട്ട് മിസൈൽ പായിക്കുന്നു, മിസൈൽ ഒരു പക്ഷേ പൊട്ടിത്തെറിച്ചാൽ ഇത്രയും ആൾക്കാർ കൊല്ലപ്പെടും. ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടാലും പ്രശ്നമല്ല, എനിക്ക് എൻ്റെ ജീവൻ രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന ഒരു ഏകാധിപതിയായി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറിയിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച വരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപിനെ വിശ്വസിക്കാൻ പറ്റില്ല. ട്രംപിനൊരു രഹസ്യമായിരിക്കുന്ന വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള അവസരമായിട്ട് ഉപയോഗിക്കാതെ സ്വയം രക്ഷപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെ ബലി കൊടുക്കുന്ന രീതിയിൽ എലിക്കണിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അമേരിക്കയുടെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ടാണ് കള്ളന്മാരെ പോലെ അഭിനയിച്ചു കൊണ്ട് നാടകം കളിച്ച് കക്കൂസിൻ്റെ കോണി ഇറങ്ങിക്കൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടത് എന്ന് ചുരുക്കം. അങ്ങനെയാകുന്ന സമയത്ത് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക? ഇപ്പോൾ പറയുന്ന കാര്യം എന്താ പറയുക, ഇറാൻ പറയുന്നത് യഥാർത്ഥത്തിൽ സത്യമാണ് എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുകയാണ്. ഇറാൻ എന്താ പറയുന്നത്, അയാൾ വിശ്വസിക്കാൻ പറ്റില്ല, കരാർ വ്യവസ്ഥ പാലിക്കില്ല, ചതിയനാണ്, വഞ്ചകനാണ്, ഒരിക്കൽ പോലും ഒരു കൃത്യമായിരിക്കും നിലപാട് പറയില്ല, പറയുന്ന അഭിപ്രായങ്ങൾ മാറ്റി പറയും. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അമേരിക്കയുടെ 50-ലധികം പ്രസിഡന്റുമാർ മാറി മാറി വന്നിട്ട് ഇതുപോലൊരു നാണം കെട്ട ഒരു പ്രസിഡന്റ് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുകൂടി ഇറാൻ പറയുന്ന സമയത്ത് അതിനെ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ തുർക്കിയുടെ റിപ്പോർട്ട്. തുർക്കി ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് മുൻപ് തന്നെ ചർച്ച വന്നിട്ടുണ്ട്. അതിൽ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ അമേരിക്കയുടെ സൈനിക ബേസ് ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ കാലത്ത് 2-ലധികം തവണ അവർ തുർക്കിയുള്ള അമേരിക്കയുടെ സൈനിക ബേസ് ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിച്ച് തകർക്കാൻ മാത്രം ശക്തിയുള്ള പവറുള്ള ഒരു രാജ്യമായിട്ട് യഥാർത്ഥത്തിൽ ഇറാൻ മാറിയിട്ടുണ്ട്. ഇതാണ് അമേരിക്കയെ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുത്തുന്നത്. തൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ അതിജീവിക്കാൻ സാധിക്കില്ലെന്ന് ഉത്തമമായിരിക്കുന്ന ബോധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥ പട തന്നെ ഉണ്ടായാലും നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടായാലും ഇറാന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ദയനീയമായിരിക്കുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നത്. തുർക്കി ഇത് സ്ഥിരീകരിച്ചു. അതാണ് ഏറ്റവും വലിയ വിഷയം. കാരണം തുർക്കിയുടെ എയർപോർട്ട് നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് പല രീതിയിലുള്ള കോപ്രായങ്ങളും നടത്തിയിട്ടുണ്ട്. ചില ആളുകൾ അങ്ങോട്ട് ഓടുന്നു, ചില ആളുകൾ ഇങ്ങോട്ട് ഓടുന്നു. അമേരിക്കയുടെ പ്രസിഡന്റ് ഡ്രസ്സ് മാറുന്ന പോലെ തോന്നുന്നു പറഞ്ഞത്, മാറിയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആൾ ഉരുണ്ടു പോകുന്നു, കുനിഞ്ഞു പോകുന്നു, അങ്ങനെ പല തരത്തിലാണ്. അപ്പോൾ ഏറ്റവും ലോക്കലായിരിക്കുന്ന ഇങ്ങനെ വരെ പറയുന്നുണ്ട്, ഭക്ഷണ വസ്തുക്കൾ മറ്റ് വിമാനത്തിലേക്ക് വിതരണം ചെയ്യുന്ന വണ്ടിയുടെ പുറത്ത് ലേബർമാരിയ്ക്കുന്ന പോലെ ഇരുന്നു കൊണ്ടാണ് അടുത്ത വിമാനത്തിലേക്ക് പോയത് എന്ന് പോലും പറയുന്നു. അങ്ങനെ ആ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ദയനീയമായിരിക്കുന്ന അവസ്ഥ എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് ചുരുക്കം.